എവിടെ പോയാലും ഞങ്ങൾക്ക് ചോര വേണം. ഈ കൊതുകിൻ്റെ മൂട്ടയുടെ ഒക്കെ സ്വഭാവം കാണിക്കുകയാണ്. ഇപ്പോൾ കൊതുകിന് മൂട്ടയ്ക്കൊക്കെ വേറെ ഒന്നും വേണ്ട, ചോര മാത്രം മതി. കൊതുക് സ്റ്റുഡൻസ് യൂണിയനായും മൂട്ട സ്റ്റുഡൻസ് ഫെഡറേഷനായും KSU MSF മാറുകയാണ്. അവർക്ക് ചോര മാത്രം മതി. ഈ നിലയിലേക്കുള്ള നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം. എന്നാൽ ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങൾ, അവിടെ നിന്നും കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, അതിൻ്റെ തുടർച്ചയിൽ ചില കുളങ്കലക്കികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ പൊതുസമൂഹം തള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. ഇന്നലെ മുതൽ KPCCയുടെ പ്രസിഡന്റ് ആരംഭിച്ചിട്ടുള്ള പ്രചരണമാണ്. അതിന് കേരളത്തിലെ ചില വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റുപിടിക്കുന്ന നില, തുടർന്ന് ചില മാധ്യമങ്ങൾ കുത്തും കോമയുമിട്ട് അമ്പും വില്ലുമിട്ട് തൊട്ടും തൊടാതെയും കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത, അത് ഈ സമൂഹത്തോട്, ഈ നാടിനോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി, തിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം. മാധ്യമങ്ങളിൽ ആദ്യം വന്ന വാർത്ത 5 വിദ്യാർത്ഥികളാണ് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടത് എന്ന് കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 5 വിദ്യാർത്ഥികളിൽ ഒരാൾ കേരള ഗവൺമെൻറ് നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പോലും. നിങ്ങളുടെ വാർത്തകളിലൂടെയാണ് ഞങ്ങളും അത് അറിഞ്ഞത്. അതിൻ്റെ തുടർച്ചയിൽ നൽകപ്പെട്ട ചില വാർത്തകൾ, ഇവിടുത്തെ KSU ഉൾപ്പെടെ MSF ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, മേൽ പറഞ്ഞ സംഘടന SFIയുടെ പോഷക സംഘടനയാണ്, SFIയുടെ സബ് കമ്മിറ്റിയാണ്, SFIയുടെ നഴ്സിംഗ് മേഖലയിലെ സംഘടനയാണ് തുടങ്ങിയിട്ടുള്ള പ്രചരണം. ഇപ്പോൾ ഇതിൽ പല മാധ്യമങ്ങളും നേരിട്ട്, ഇത് ബോധ്യമില്ലാത്ത ആളുകളല്ല, നേരിട്ട് പറയാൻ വേണ്ടി തയ്യാറാവുന്നില്ല. നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വരുമല്ലോ. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ റിപ്പോർട്ടറിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാർഡ് കണ്ടു, റിപ്പോർട്ടർ ചാനലിൽ. ഈ പറഞ്ഞ കുറ്റവാളികൾ 5 പേരും SFI നേതാക്കന്മാർ എന്നതിന് അടിയിൽ MSF സംസ്ഥാന പ്രസിഡന്റ് ചെറിയൊരു ചിത്രവും പേരും കൊടുത്തിരിക്കുക. ഇത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ എന്താ, SFIക്കാരാണ് കുറ്റവാളികൾ. മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് SFI എന്നല്ല ഒരു വിദ്യാർത്ഥി സംഘടന, SFI, KSU, MSF അടക്കമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്യാമ്പസ്, കോളേജ് യൂണിയൻ പ്രവർത്തനം ഇല്ലാത്തൊരു ക്യാമ്പസ്, മറ്റ് ജനാധിപത്യപരമായ ഒരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത, ഒരു സംഘടനാ പ്രവർത്തനവും ഇല്ലാത്ത ക്യാമ്പസിൽ നടന്ന ഒരു ക്രൂരകൃത്യം, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ SFI ആക്കി മാറ്റാൻ വേണ്ടി വലിയ ശ്രമം നടക്കുക. നിങ്ങൾ എന്താ അപരാധമാണ് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കണേ. എന്തൊക്കെ നടന്നാലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതിനെതിരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഇടപെടൽ നടത്തേണ്ടുന്ന ഘട്ടത്തിൽ എവിടെ പോയാലും ഞങ്ങൾക്ക് ചോര വേണം. ഈ കൊതുകിൻ്റെ മൂട്ടയുടെ ഒക്കെ സ്വഭാവം കാണിക്കുകയാണ്. ഇപ്പോൾ കൊതുകിന് മൂട്ടയ്ക്കൊക്കെ വേറെ ഒന്നും വേണ്ട, ചോര മാത്രം മതി. കൊതുക് സ്റ്റുഡൻസ് യൂണിയനായും മൂട്ട സ്റ്റുഡൻസ് ഫെഡറേഷനായും KSU MSF മാറുകയാണ്. അവർക്ക് ചോര മാത്രം മതി. ഈ നിലയിലേക്കുള്ള നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം. മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പ്രത്യക്ഷമായി ഇല്ലെങ്കിലും പരോക്ഷമായി SFIക്കെതിരായിട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന, എന്താ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന? മേൽ പറഞ്ഞ സംഘടനയ്ക്ക് SFIയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ലാത്ത നേഴ്സിംഗ് മേഖലയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന. അപ്പോൾ പല സംഘടനയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജുകൾക്കകത്ത് ഈ പറഞ്ഞ KGNSA പ്രവർത്തിക്കുന്നുണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്കകത്ത് KNA പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുമായി അഫിലിയേഷൻ ഉണ്ടോ? ഒരു അഫിലിയേഷനും ഇല്ല.